പടച്ചോനെ, എന്താ ഇത്? അന്നോടാരാ ഇത്ര നേരത്തെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഒരാള് മാത്രം രാത്രിയും പകലും കഷ്ടപ്പെടുമ്പോഴേ ഞാൻ മാത്രം എങ്ങനെ ഉറങ്ങാ? നിന്റെ മോന്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് കേട്ടോ. ഈ പയ്യനെ കാണാനുമില്ലല്ലോ. എത്ര നേരാ ഇരിക്കണ്? സുബൈറിനെ കാണാനില്ലല്ലോ. നിങ്ങക്ക് നേരം പോയിണ്ടെങ്കില് അപ്പുറത്തെ പിടിയെ പോയി കുടിച്ചോളി ചെല്ല്. അപ്പൊ സുബൈർ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കട്ടൻ ചായ ഉണ്ടാവുള്ളൂ. ഇങ്ങക്ക് അറിയില്ല സുബൈറിനെ. നേരം വെളുത്ത രാത്രി വരെ പണിയോട് പണിയാ. ശരീരം മറന്നുള്ള പല പണിയും. മനുഷ്യനല്ലേ, വല്ല പനിയോ ജലദോഷോ വന്നാ പോരെ എത്തിര പൈകാന്. അത് നേരാ. ഒരു ദിവസം ഇവിടെ പനച്ചു പറിച്ചിട്ടാവും പാലായിട്ട് വന്ന്. അനക്കൊപ്പം നേരം വെളുത്ത എടുത്തേ. ജിങ്ങോട്ട് കുണ്ടപോയ പാല് അന്നക്കാത്ത എത്ര ആളാ ഇവിടെ കുത്തിരിക്കുന്നത്? നേരം വെളുത്തല്ലേ ഉള്ളൂ. വെറുതെ എല്ലാം നാട്ടുകാരിങ്ങടെ പീടിയാക്കി ജിന്നിന്റെ പീടിയാന്ന് പേരിട്ടത്. ഓന്റെ ഒരു തമാശ. പാലും കൂടെ പോയെടുത്തോ. ആളിവിടെ കാത്തിരിക്കുക. അതിങ്ങോട്ടാ ഇങ്ങള് വേഗം പാത്രം കാലിയൊക്കെ തരി, പത്രം ഇടാനുള്ളതാ. ഉറക്കല്ലാത്ത ജിന്നിന്ന് അന്നാ വിളിക്കേണ്ടത്. നേരം വെളുത്ത രാത്രി വരെ പണിയോട് പണിയാ. അല്ല പഹയ, ഒരു ദിവസം നീ എത്ര കായ ഉണ്ടാക്കണത്? പള്ളിയിലെ കാര്യം അള്ളാഹ്ക്ക് അറിയാന്ന് പറയണ മാതിരിയാ കാതർക്ക എന്റെ കാര്യം. ഞാൻ നയിക്കണ പൈസ കടലുണ്ടി പാലത്തിന് ചോട്ടിക്കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവും. നേരാ ഈ പറയണത്. ഒരു കുടുംബം പുലർത്താൻ ചില്ലറ പാടൊന്നല്ല. പടച്ചോൻ എന്നെ കയ്യൂലടോ. എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും. എന്റെ വല്യത്താത്താന്റെയും മോളുടെയും ഉമ്മാന്റെയും കണ്ണീര് പടച്ചോൻ കാണാണ്ടിരിക്കൂല. അല്ലാ, ഭർത്താനം പറഞ്ഞ് സമയം പോയി. നിങ്ങൾ ആ പാത്രം ഇടിക്കേ. അത് നേരാ. ഇന്നത്തെ പൊറാട്ടയാണെങ്കിൽ ഇന്ന് ചൂടാക്കി അങ്ങ് കൊടുക്കാം. രാവിലത്തെ പേപ്പർ രാവിലെ തന്നെ കൊടുക്കണ്ടേ? അത് കാര്യം. എന്നാ എന്റെ പാത്രം വേഗം. എന്നാ ഞാൻ പോട്ടെ. ശരി. കുപ്പിക്കണ്ട റഫീഖെ, ഈ എന്റെ ധൈര്യം ഇന്നും എന്റെ മയ്യത്തിനെ അടുക്കും. എവിടെ കെട്ടിയോൻ? എന്തേ? വെറുതെ ഒന്ന് കാണാനാ. യോനൊന്ന് വിളിക്ക്. എന്താ മോനെ? നിങ്ങളെ പുന്നാര മോനൊന്ന് കാണാനാ. മനുഷ്യനായ വാക്കിന് നേരുന്നറിയും വേണം. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താന്നാ എന്നോട് പണിക്ക് വരാന്നും പറഞ്ഞ് ഇന്നെ കുറച്ച് കായ് വാങ്ങിയിരുന്നു. ഇപ്പൊ ആളുമില്ല കായുമില്ല. രണ്ടാളൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. ഒന്ന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല തള്ള. ഉറങ്ങിക്കോ, നല്ലോണം ഉറങ്ങിക്കോ. അതിനൊന്നും ഉമ്മ കുറ്റം പറയില്ല. പക്ഷേ ആരാന്റെ കയ്യിൽ നിന്ന് പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയില്ലേ, ഈ ആർക്കാ കൊടുത്തെന്ന് എനിക്കിപ്പ അറിയണം. ആ മൂക്കിനൊപ്പം കടം ബാക്കി വെച്ച് മരിച്ചതാ എന്റെ വാപ്പ. തുടങ്ങി. അതല്ല എന്റെ മോൻ സുബൈർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കടമടിച്ച് വീട്ടി. എന്തിന്? കൊടുക്കാനുള്ള കായന് കണക്ക് പറഞ്ഞ് ഓരോരുത്തർ ഈ പടി കയറി വരാതിരിക്കാൻ. അത് കാരണം എന്റെ കണ്ണ് നിറയാതിരിക്കാൻ. ഈ കാരണം അത് സംഭവിച്ചില്ല. നടക്കാൻ കൂട്ടും ഇങ്ങോട്ട് നടക്കാൻ.
നടക്കാനാണ് പറഞ്ഞത്. ഓൻ എന്താണെങ്കിലും ചെയ്തോ, പക്ഷേ അതൊക്കെ ഈ പടിക്ക് പുറത്തായിരിക്കണം. വയ്യ, ഇവിടെ പട്ടിണിയാണെങ്കിലും സ്വസ്ഥായിട്ട് ജീവിക്കണം. അത് നിങ്ങൾ ഈ ഒന്ന് അനുവദിക്കോ? അല്ലെങ്കിൽ എന്റെ കെട്ടിയുടെ മോളെ എന്നെ കുറച്ച് വിഷമായി തന്ന് കൊല്ലടാ. പഠിച്ചൊരു ദുരിയാവില് സഹിക്കാന്നിടത്തോളം അപ്പുറം ഞങ്ങൾ സഹിച്ചു. ഇനി വയ്യ. എന്താ അലിക്ക? നീ വന്നാ? ഇവൻ പണിക്കൂരാന്ന് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിയിരുന്നു, അതെന്താന്ന് അറിയാൻ വന്നതാ. ആലിക്കാന്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിയിട്ടുണ്ട് ഇക്കാക്ക? കുട്ടിക്ക് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞിട്ട് ഒരു 500, പിന്നെ ഒരു 750, മൊത്തം 1250 ഉറുപ്പ്യുണ്ട്. നിങ്ങളുടെ കടം തീർന്നില്ലേ? എന്നാ പൊയ്ക്കോളി. ശരി. ഈ നിസാര കാര്യത്തിനാ ഉമ്മ ഈ കരച്ചിലും പിടിച്ചിലും. നിന്റെ വലിയ താത്ത നിങ്ങൾ വന്ന് വല്ലതും തരി. രാവിലെ തുടങ്ങി ഓട്ടാ. നിങ്ങൾ വരീൻ. ഈ ചായ കുടിച്ചാ? എലിമോറ, എന്തിനാ ഭാരം എടുത്ത് പൊക്കണത്? ഞരമ്പ് ഒഴുക്കി പോകുമ്പോ മുതലാളി, നിങ്ങളൊരു തേങ്ങ ഉടക്കുകയാണെങ്കിൽ ഞാനൊരു ചിരട്ടെങ്കിലും ഉടക്കണ്ടേന്ന്. എടാ പഹയ, ഇതൊക്കെ ചുറുചുറുക്കുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അല്ലാന്ന് അങ്ങനെ എനിക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യണത് എന്താ ഇതിന്റെ പരിപാടി? എന്തേ? നിനക്കൊരു പെണ്ണ് കിട്ടിക്കൂടെ? ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഞാനൊരു പെണ്ണെട്ടിട്ട് ഇങ്ങക്കോളെ കയ്യും കണ്ണും കാട്ടി വളക്കാനല്ലേ? ഈ ഒന്ന് പോടാ ഹിമാറ. ഈ മമ്മൂട്ടിയെ പറ്റി നിനക്ക് എന്തറിയാം? ഞാനൊന്നിങ്ങനെ ഞൊടിച്ചാ മതി, തരുണീമണികളായ പെമ്പിള്ളേരെ എന്റെ ചുറ്റും വന്നിങ്ങനെ നൃത്തം ചെയ്യും. അത് നേരാ. കാരണം ഈ ചിമ്പാൻസിയെ പോലെയുള്ള ഞങ്ങളെ കൂടെ നിന്ന് നൃത്തം ചെയ്യാം പെൺകുട്ടികൾക്കൊക്കെ വലിയ ഹരാന്ന്. അല്ലാന്ന് എനിക്ക് ചെറിയ ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ മൊയിന്റെ സ്വഭാവമുള്ള അന്നെ പോലുള്ളവർക്ക് സാധാരണയായി കണ്ടുവരുന്ന സൂക്കേടാണ് സംശയം. നിങ്ങളെ ശരിക്കുള്ള പേര് മായമൂട്ടിന്നല്ലേ? ചേച്ചാനെ ഒന്നങ്ങട്ട് തന്നാലുണ്ടല്ലോ, നമുക്ക് കളിച്ച് ബാപ്പന്റെ തലക്കഴിട്ട കളിച്ചത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇമേജ് കളിയാൻ നടക്കണ കഴുത. അതിന് നിങ്ങളെന്തിനാ എന്നെ കുതിരയേറണം മുതലാളി? ആൾക്കാർ ഓരോന്നും പറഞ്ഞല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. എടാ പൊട്ട, എന്റെ ഈ സൗന്ദര്യം കണ്ട് അസൂയ തോന്നുന്ന ചില ചേട്ടകൾ അങ്ങനെ പറഞ്ഞു വെച്ച് എന്റെ എച്ചിൽ നിന്ന് നടക്കുന്ന ഈ അത് വിശ്വസിക്ക. അന്റെ നാവടക്കെന്തേലും പറഞ്ഞാലേ അന്ന് ഞാൻ ഡിസ്മിസ് ചെയ്യും. ഉത്തരവ് മുതലാളി. പിന്നെ എന്റെ മീശ കറുപ്പിക്കുന്ന പെൻസിൽ തീർന്ന് ഈ അത് മേടിച്ചോ? എന്റെ റബ്ബേ, എന്ത് വർത്താനാ നിങ്ങളീ പറഞ്ഞത്? ഒരു നേരം തിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവൂല. പക്ഷേ നിങ്ങളെ മേക്കപ്പ് സാധനം തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ പ്രാന്തളകൂലേ? മിടുക്കൻ, ഉഷാർ. ഈ ഒരു കാര്യം ചെയ്യും, ആ വെള്ളം ചൂടാൻ നോക്ക്. ആയാലേ അത് കുളിമുറി കൊണ്ടുവെക്ക്. ചെല്ലി ചെല്ലി വിട്ടോ വിട്ടോ. എന്തൊരു ചന്തി ചന്തം. ഇത് ഞാൻ തന്നെയാണോ? മമ്മൂട്ടിയുടെ പേര് മാറ്റിട്ട് അമീർ ഖാൻ ആക്കിയാലോ? ഞാൻ കണ്ടു. എന്ത്? നിങ്ങളുടെ ഈ പാത്തം പതുങ്ങിയുള്ള നോട്ടം. പിന്നെ ഞാൻ വെറുതെ വേഷം കെട്ട് ഇറക്കല്ലേ മോനെ. നിങ്ങളുടെ കൽവില് ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉറക്കൊഴിച്ച് നിങ്ങളുടെ ഈ ഉണക്കപത്രം വരാൻ കാത്തു നിൽക്കോ? അതെ, എന്റെ ബാപ്പ കാണുന്നതിന് മുമ്പ് മോള് സ്ഥലം വിട്ടോ.
അല്ലെങ്കിലേ നാളത്തെ പത്രത്തിന്റെ ചരമകോളത്തിലെ ഒരു വാർത്ത വരും. എന്ത് വാർത്ത? മകളെ പ്രണയിക്കാൻ ശ്രമിച്ച പത്രവിൽപ്പനക്കാരനെ പെണ്ണിന്റെ ബാപ്പ തല്ലിക്കൊന്നൂന്ന്. എന്താണിത്? അത് പിന്നെ സുബൈർക്ക് എന്നെ ചീത്ത പറയരുത്. ഈ ആദ്യം കാര്യം പറയേ. ഇത് സുബൈർക്കൊക്കെ ഒരു ഷർട്ടാ, പിന്നെ സുറുമിക്കൊരു ചുരിദാറും. അന്റെ ബാപ്പ എന്നാണ് തുണിക്കച്ചവടം തുടങ്ങിയത്? കളിയാക്കാതെ സുബൈർക്ക, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി. ഇതൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിലും സുബൈർക്കാന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലല്ലോ. സ്നേഹത്തോടെ സുബൈർക്ക എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഈ സൂക്കേടിന്റെ പേര് മലയാളത്തിൽ പറഞ്ഞ വട്ടെന്നാണ്. വെറും വട്ടല്ല, നല്ല മുഴുത്ത വട്ട്. സുബൈർക്ക് ഇത് വാങ്ങുന്നുണ്ടോ? ആ പിന്നെ സുറുമി നാളെ വരുമ്പം ഈ ചുരിദാർ ഇട്ട് കോളേജിൽ വരാൻ പറയണം. ഓ, അന്നായിട്ട് നിന്ന് ചൊല്ലിയാലേ എന്റെ പണി അവിടെ കിടക്കും. എന്നാ പോട്ടെ. ഓ, ഒരു ഗ്ലാസ് ചായെങ്കിലും കൊണ്ടടി. ഓ, നിങ്ങളെ ചായ കുടിച്ചിട്ട് മല മറിക്കാൻ പോവല്ലേ? ദാ ചായ. ഉപ്പ, എന്റെ പെൻസിൽ തീർന്നു. എനിക്ക് 2.5 ഉറുപ്പിക വേണം. ഉപ്പാട് ചോദിക്കണ്ട മോളെ, ബാങ്ക് തുറക്കാതെ പൈസ കിട്ടുവോ? അതെ, ഇക്കാക്ക് പൈസ കൊണ്ടിട്ട് എന്റെ മേലെ വേറെ ആരെങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ടാവും. എടി എടി, മുഖത്തോക്കി പാരോക്കല്ലേ, ഒന്നങ്ങോട്ട് തിരിഞ്ഞൻ. പറയണ്ടടി, ഒന്നും പറയണ്ട. വലിയ അഭിമാനിയല്ലേ? നാണമുണ്ടോ മനുഷ്യ? സ്വന്തം മോൾക്കൊരു പെൻസിൽ വാങ്ങാൻ പറ്റാത്തൊരു ബാപ്പ. പണ്ടേ കാരണമാർക്ക് ഒരു ചൊല്ലുണ്ട്, നായന്റെ വാലിൽ 12 കൊല്ലം കൊല്ലിട്ട് വെച്ചാലും അത് വളഞ്ഞുകൊണ്ടേ നിക്കും. അതുപോലാണ് എന്റെ മോന്. ഓ നന്നാവൂല. കൊണ്ടാറടക്കാൻ നേരം വെളിച്ചായ തുടങ്ങും. ചെവിട്ടി കോട്ടരമ പോയ മാതിരി താലങ്ങും വേലങ്ങും. എന്നാലും നിങ്ങൾ നന്നാവൂല. കല്യാണം കഴിഞ്ഞാലെങ്കിലും നന്നാവൂന്ന് കരുതി കെട്ടിച്ചതാ. എന്നിട്ടെന്താ, ഓനെ ഓള് പോറ്റുന്നുണ്ടല്ലോ. കുടുംബവും കുട്ടികളും വേണമെന്ന് എന്റെ മോൻ ചിന്തിക്കും. അപ്പോഴത്തേക്ക് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നിനും പറ്റാതെ പല്ലും നഖം കൊഴിഞ്ഞിട്ടുണ്ടാവടാ എനിക്ക്. അന്നേ ഈ പഠിക്കൂ. ഉസ്മാനെ, കൂറന്നൂടാ. ശൈത്താനെ, എന്താ നിങ്ങൾ ഈ സാരം വിളിക്കണ പോലെ നിന്ന്? മോന്റെ എവിടെ പോയി അവിടെ നനക്കായിരുന്നു. നനക്കേ ഇനി മനുഷ്യന് പയറ്റിട്ട് പള്ള കാണുമ്പോഴാ അവന്റെ ഒരു പണി. നിങ്ങണ്ട് കയറിക്കോളി, ഞാൻ ചാഞ്ഞമരാണല്ലോ. ഞാൻ കുക്കിംഗ് ആക്കിയപ്പോ നിങ്ങക്ക് പറ്റുമോ? കഴുതേ, അന്റെ ഒരു കുക്കിംഗ്. നീ നൂഡിൽസ് ഉണ്ടാക്കി തന്നിട്ട് എന്റെ വയറ് നിറഞ്ഞടാ കഴുതേ. കണ്ട പാടത്തും പറമ്പിലും എരേനെ പിടിച്ച് വായന്റെ ഇലയിൽ വിട്ടി വിഴുങ്ങി എരും പുളിയും കൂട്ടി എന്നെ കൊണ്ട് തീറ്റിച്ച്. അത് അറിഞ്ഞിട്ടും എന്നെ കൊല്ലാതെ നിൽക്കുന്നത് എന്റെ നല്ല മനസ്സുകൊണ്ടാ പല്ലിമോറ. അതിന് ഇന്ന മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ മുതലാളി? മൈദയില് വെള്ളേറിയത് അറിഞ്ഞിട്ടേ നിങ്ങൾ ഇന്നെ മയ്യത്താക്കൂലേ? അതുകൊണ്ട് എന്റെ ഈ ചെറിയ തലയിലൂച്ച വലിയ ബുദ്ധി. അത് വലിയ റവമുണ്ട. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വായക്ക് രുചിയുള്ള വല്ലതും ഉണ്ടാക്കി തരുന്ന സുന്ദരിയായ പെണ്ണുങ്ങളെ നീ തപ്പ്. മുതലാളി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സുന്ദരികളായ പെണ്ണുങ്ങൾ എന്നെ വെച്ചുണ്ടാക്കി തരണമെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? ഉന്തിയോൽ അങ്ങനെ ചോദിക്കും. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വെച്ചുണ്ടാക്കി തന്നാൽ നല്ല രുചിയാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ തൊള്ളയിൽ വെള്ളം നിറഞ്ഞിക്കണേ. നേരാണ് മുതലാളി, തൊള്ളയില് വെള്ളണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയ പോലെ ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞമ്മക്ക് കുക്കിംഗ് ആക്കാൻ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പലപ്പോഴും നോക്കാൻ എന്നോട്. ഞാൻ നാളെ ബോംബെ പോയപ്പോ നമ്മുടെ ലോകസുന്ദരി ആയിഷാറായില്ലേ? ഓ, ആയിസാറായി അല്ല മുതലാളി, ആയിസരിയാറായി. ആ റായിന്റെ കയ്യിൽ നിന്ന് ഉറുപ്പ്യ 10,000 പോയാലും ചുട്ട ചമ്മന്തിയും കഞ്ഞിയും കുടിച്ചു. ഇന്റെ ഉമ്മോ, എന്താ ഒരു രുചി, എന്താ ചമ്മന്തി. ഇത് കേട്ടാ തോന്നുന്നു നുണയാന്ന്. അള്ളാനുണ്ടായതാണ്. പൊള്ളായി. ഇതാണ് മുതലാളി ഞാൻ പറഞ്ഞ സംവിധായകൻ. സംവിധായകൻ അല്ല കൈതേ, സംവിധായകൻ.
എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, ആ മുതലാണ് ഈ നിക്കണ മുതൽ. മുതല ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഓ, പൈസ മുതലാളിക്ക് ഒരു പ്രശ്നമല്ല. മുതലാളിയുടെ ശാലീന സൗന്ദര്യം മറ്റുള്ളവർ ടിവിയിലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ. ഒരു 50,000 ഉറുപ്പ്യ വേണ്ടി വരും. ഈ പറഞ്ഞത് 40,000 ഉറുപ്പ്യ എന്നാണല്ലോ. ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല ഞാൻ നിങ്ങളെ കാണുന്നേ. നിങ്ങളുടെ ഈ മുഖം വെളുപ്പിച്ചെടുക്കാനുള്ള മേക്കപ്പ് സെറ്റിന്റെ ചെലവാണ് 10,000. പണം ഞാൻ എത്ര വേണമെങ്കിലും തരാം. സംവിധായകൻ നല്ല ഓമനത്തമുള്ള 17 വയസ്സുള്ള നായിക വേണം. റൊമാൻറ്റിക്, ഇമോഷനായി, സ്ലോ മോഷനിൽ ഇങ്ങനെ 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 ഓടുന്ന കുറെ സീനുകൾ വേണം. എന്താ ഇതിന്റെ കഥ? ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ്. അതായത് കേരളത്തിന്റെ തലസ്ഥാനമായ ഹിമാലയ പർവ്വതം, ആ ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞുമലകൾക്ക് പെയിന്റ് അടിക്കാൻ പോകുന്ന നമ്മുടെ നാട്. ബാക്കി കൂടി പറയും. ആകെ ത്രില്ലടിച്ചു പോയി. ആ മഞ്ഞുമലയിലെ കൊടും തണുപ്പിൽ ഐസ്ക്രീം കച്ചവടം നടത്താൻ പോകുന്ന നമ്മുടെ നായകനുമായി നായിക പ്രണയത്തിലാകുന്നു. അവിടെ തുടങ്ങുന്നു നമ്മുടെ പാട്ട്. ഇത് കലക്കും മുതലാളി. ഇതിന്റെ പേരെന്നെ സൂപ്പറാണ്. ആ സൂപ്പറിന്റെ പേരെന്ന് പറഞ്ഞ് കൽബാണ് കുറുമ്പ. കോരിത്തെരിച്ചു പോയി. സംവിധായകൻ അഡ്വാൻസ് ഇപ്പം തന്നെ പിടിച്ചോ. അത് ശരി, നീ ഇവിടെ വന്നിരിക്ക. അനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ചെയ്യാൻ? മേലാണെങ്കിൽ പണിയെടുക്കൂല, അതുകൊണ്ടാ. കയ്യില് കായില്ലാണ്ട എല്ലാരും കക്കും. ബീരാനി ഞാനത് എടുത്തിട്ടില്ല, ഞാനത് അണ്ണാച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചതാ. പിന്നെ എന്റെ പെരയിൽ മറ്റുള്ളവരൊന്ന് കക്കണം നോക്കിക്കല്ലേ. എല്ലാ കള്ളന്മാരും ഇത് തന്നെ വേണ്ട പറയാ. ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു കോപ്പം പറയണ്ട. എന്റെ പുതിയ പിച്ചളക്കിണ്ടിയാ. കണ്ണ് തെറ്റിയപ്പോ കട്ടിട്ട് ഇപ്പൊ ഇല്ലെന്ന് പറയാ. സുബേറെ, അന്റെ അടുത്തേക്ക് ആളെ വിടാൻ വേണ്ടി ഇരിക്കായിരുന്നു ഞാൻ. നാട്ടുകാരന്റെ മുതല് കട്ടാലേ കയ്യിന്റെ പടം കൊത്തി ഉപ്പിലിടുമെന്ന് പറ. എന്താ കാര്യച്ച തെളിച്ചു പറ. പറയാനൊന്നുമില്ല. എന്റെ പുരയിലെ പുതിയ പിച്ചള കണ്ടിയാ നിന്റെ പുന്നാരേട്ടൻ കട്ടത്. കണ്ണടച്ചിട്ടാക്കിയ ഓനൊന്നും അറിയില്ല എന്നാ വിചാരിച്ചത്. മുനിക്ക അങ്ങനെ ആരാന്റെ മുകളിൽ കക്കൂന്ന് എനിക്ക് തോന്നണ്ട. എന്റെ മോളാണ്, ഉമ്മയാണ് സത്യം. ഞാൻ എടുത്തിട്ടില്ല. അത് ശരി, അന്ന ഞാനൊന്ന്. അയ്യോ ഇടക്കള്ള, എന്താ സഞ്ചല്? സത്യം പറഞ്ഞോ? മன்னிச்சிடும் കയ്യാ, ഞാൻ തപ്പ് സെഞ്ചിട്ട് മன்னிச்சிடும் കയ്യാ. എടുത്താടാ, എന്ത് നോക്കട്ടെ ഞാൻ. ആഹാ, കിണ്ടിയാണല്ലേ. ആൾക്കാർ കാണേക്കുമ്പോ സ്ഥലം വിട്ടോ പോടാ. അത് ശരി, ഇതാണ് എന്റെ പരിപാടി. ഞാനിത് അണ്ണാച്ചിയുടെ ഇത് മേടിച്ചതാ. അണ്ണാച്ചി മണ്ണാങ്കട്ട, ഇത് ഇവിടുന്ന് കട്ടയല്ലേടാ. അനാവശ്യം പറയരുത്. ഇന്നോ ഇതാണ് സുബൈറെ മോനെ ഉണ്ടായത്. വീരനെ, അല്ലെങ്കിലും അനക്ക് എന്റെ കുടുംബത്തിനോട് കണ്ണുകടിയുള്ളൂ. പക്ഷെങ്കിൽ തന്തൊക്കെ പറക്കാത്ത പണി കളിച്ച് പകരം വീട്ടുള്ളൂ. പിന്നെ അന്റെ ഏട്ടൻ മുസാഹിബിന്റെ നടുക്കണ്ടല്ലേ? അതേടാ, ഇന്റെ ഇക്കൊക്കെ ചിലപ്പോ പലരുടെ കായ് കടം വാങ്ങിയിട്ടുണ്ടാവും. പണിക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഒരാളുടെ മുതൽ കെട്ട് കുടുംബം നോക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്റെ ഞരമ്പിൽ ചോറ് കൊടുത്ത കാലം വരെ ഉണ്ടാവില്ല. ഈ ഇഷ്ടപ്പെട്ട പെണ്ണിനെ എന്റെ ഇക്കാക്ക കെട്ടിയെന്ന കാരണത്താല് കുറെ കാലായി കുതിര കയറുന്നു. ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നാലേ പടച്ചോനാണ് എന്റെ മയ്യത്തെടുത്തു കേട്ടോ. വേണ്ട വേണ്ട, വായോ. मेरे तुमसे प्यार था, मेरे तुमसे प्यार था, और कहीं और कल भी रहेगा. तुम रूठा ना करो मेरे जान ना ना ना. അതാ കൊത്തുന്നത്. അതാ മിണ്ടല്ല കഴിയേ, നീ എരഞ്ഞെടുത്തുണ്ടാ. 100 साल पहले मेरे तुमसे प्यार था. ഇത് നല്ല ഭ്രാന്ത്. നട്ടുച്ചയ്ക്കാണോ മമ്മൂട്ടി ചൂണ്ടിടുന്നത്? തലക്ക് വിരാന്ത് പിടിച്ചോ? ഈ എന്താ കാലത്തിലെ നട്ടുച്ചക്ക് തൂക്കാത്തതായിട്ട്? ഞമ്മളെ പീഡിയയിൽ നിന്ന് എന്തെന്നില്ലാത്ത കച്ചവടം. വേറെ എവിടെങ്കിലും പാല് കിട്ടുമോ നോക്കാൻ വേണ്ടി പോവുക. ഈ ആ സുലൈമാന്റെ പെര വരുന്ന് പോയി നോക്ക്.
എന്തൊക്കെയാ മമ്മൂട്ടി നാട്ടിൽ നടക്കണ പുകില്? നാട്ടിൽ അങ്ങനത്തെ പുകില് പലതും നടക്കും. ഈ കാര്യം പറയും. വലിയ സങ്കടാട്ടോ. ആ കബീറിന് അങ്ങാടിയിട്ട് കള്ളനാക്കി മാനക്കെടുത്തിയടോ. ഞാനത് വിശ്വസിക്കൂല. സംഭവം മേലങ്ങി പണിയെടുക്കാനുള്ള നേരാ. പക്ഷേ ആരാന്റെ മുതലും കക്കൂല, അതെനിക്കറിയാം. സുബൈർ ബീരാൻക്ക് വേണ്ടോളം കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. സിനിമയില് സുരേഷ് ഗോപിന്റെ 4 ഡയലോഗ് അടിച്ചിട്ടാണ് സുബൈർ അവിടുന്ന് പോയത്. അത് നേരാ. ബീരാന്റെ മൂലക്കുരുവിന് പറ്റിയ ഒറ്റമൂലി സുബൈർ തന്നെയാ. കാണാൻ നല്ലൊരു മൊഞ്ചത്തി മാൻ കണ്ണ്, കണ്ടാൽ കൊതികൊള്ളും താമരപ്പൂ, കണ്ടാൽ കൊതികൊള്ളും താമരപ്പൂ മുട്ട്, പെണ്ണെ കൽബിൽ താമസിക്കുന്നോളെ പാറി പറന്നെത്തി ചേർന്നിടുമോ നീ. ഇന്നെന്താ അനക്ക് കോളേജില്ലേ? എന്താ എന്റെ വായിൽ നാക്കില്ലേ? ഞാനിനി പഠിക്കണില്ലേ കാക്ക? അതെന്താ? പെട്ടെന്ന് കെട്ടിച്ചെടുക്കാനുള്ള ഓരോ പണിയാവും കൊച്ചിപ്പ. കാന്താരി മൊട്ടയൊന്ന് വിരിഞ്ഞില്ല, അതിനും പോളുടെ ഒരു നാക്ക്. ഞാൻ പറയാടാ, ഓൾക്ക് ഫീസ് അടയ്ക്കാൻ 1500 റുപ്യ വേണം. അന്നോട് ചോദിക്കാനുള്ള മടി കൊണ്ടാ. ഒന്നങ്ങോട്ട് തരിഞ്ഞൻ തൊണ്ട് തടഞ്ഞു വെച്ച് കപ്പൽ നിൽക്കാം. 1500 റുപ്യക്ക് പഠിപ്പ് മുടക്കാൻ നടക്കുക ഓള്. എന്റെ ഇക്കാക്കാനെ എത്രന്ന് വെച്ചിട്ടാ ഞാൻ ബുദ്ധിമുട്ടിക്ക? അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി വണ്ടിക്കാളെ പോലെ രാപകലില്ലാതെ എന്റെ ഇക്കാക്ക. എന്താ എന്റെ മോളെ ഇത്? ഈ വലിയ തന്റേടിയാന്ന ഇക്കാക്ക വിചാരിച്ചത്. എന്നിട്ടിപ്പോ പൊട്ടിക്കുട്ടികളെ പോലെ കരയ്യ. ഇക്കാക്കന്റെ കുട്ടി നാളെ കോളേജിൽ പോണം, അനക്ക് 1500 റുപ്യ ഇക്കാക്ക തരും. ഞാൻ പലവട്ടം പറഞ്ഞതാടാ, ഓള് കേക്കണ്ടേ? മടി കൊണ്ടാവും കൊച്ചിപ്പ. കൊച്ചുപ്പന്റെ ചക്കരക്കുട്ടി ഈ മടിയൊന്നും കാണിക്കാതെ പഠിക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടാ പഠിക്കാൻ. കൊച്ചിപ്പ വാങ്ങിത്തന്ന ബാഗ് കണ്ട് കുട്ടികൾക്കൊക്കെ വലിയ കുശുമ്പാ. സൂക്ഷിച്ചു പോണട്ടാ. എന്നാലും ഈ എന്നെ വല്ലാണ്ട് ചെറുതാക്കി കളഞ്ഞില്ലേ മോളെ? ഇക്കാക്ക നെഞ്ചിക്കൊള്ളണ വർത്താനൊന്നും പറയില്ലേ. ഈ ദുനിയാവിലെ ഇക്കാക്കന്റെ സങ്കടം തീരാൻ രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് പഠിച്ചോ കേൾക്കണില്ലല്ലോ. ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ മോളെ? പടച്ചോന്റെ പരീക്ഷണം. ഒക്കെ ക്ഷമിക്കണം, സഹിക്കണം. ഒരു ദുനിയാവില് പരാജയപ്പെടില്ല. ഈ കുടുംബത്തിന്റെ ഒരലക്കുകല്ല മോളെ ഇക്കാക്ക. ഒരലക്കുകല്ലിന് ഒരിക്കലും വെളുക്കാൻ കഴിയില്ലല്ലോ, വെളുപ്പിക്കാനല്ലേ കഴിയൂ. ഭയങ്കര ഗൗരവത്തിലാണല്ലോ. നിങ്ങക്ക് എന്താ പറ്റേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഈ സൈക്കിളിന്റെ പുറകിലിരുത്തി ഒന്ന് വീട് വരെ കൊണ്ടാക്കോ? പെണ്ണിന്റെ പൂതി കൊള്ളാലോ. കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് ഈ പാട്ട സൈക്കിളിന്റെ പുറകിൽ കേറാന്ന് പറഞ്ഞത് തന്നെ എന്റെ വലിയ മനസ്സായിട്ട് കൂട്ടിയാ മതി. തൽക്കാലം ആ വലിയ മനസ്സവിടെ തന്നെ ഇരുന്നോട്ടെ. സുറുമി എന്താ കോളേജ് വരാഞ്ഞേ? അത് പിന്നെ ഓൾക്ക് നേരം എടുത്തപ്പോ ഒരു പനി, അതുകൊണ്ട് ഞാനൊന്ന് പോണ്ടെന്ന് പറഞ്ഞു. ശരിക്കൊന്നും നുണ പറയാൻ പോലും പഠിച്ചില്ലല്ലോ എന്റെ മോൻ. എന്തിനാ സുബൈർക്ക നുണ പറയുന്നത്? ഫീസ് അടയ്ക്കാൻ കാശില്ലാഞ്ഞത് കൊണ്ടല്ലേ സുറുമി ഇന്ന് കോളേജ് വരാഞ്ഞേ? അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞ അപ്പൊ തന്നെ എടുത്തു കൊടുക്കാൻ എന്റെ മോൻ ഓട്ടോകൾ എന്നെ വെച്ചേക്കല്ലേ. എന്ത് വിഷമം വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അനുഭവിച്ചു. ഇതാ, ഇതുകൊണ്ടുപോയി
തൽക്കാലം വിൽക്കോ പണയം വെക്കോ എന്താന്ന് വെച്ചാ ചെയ്യും. ആവശ്യം നടക്കട്ടെ. ഇതൊന്നും വേണ്ട സുമി. എത്രയെന്ന് വെച്ച ഈ എന്നെ എങ്ങനെ സഹായിക്കുക? വെറുതെ മനുഷ്യനെ ചൂട് പിടിപ്പിക്കല്ലേ സുബീർക്ക. കയ്യിൽ ഒരു വള കുറഞ്ഞെന്ന് വിചാരിച്ച് ഇവിടെ ഭൂകമ്പമൊന്നും ഉണ്ടാവൂല. അല്ലെങ്കിൽ തന്നെ സ്വർണത്തിന്റെ ഭംഗി അത് അണിയുമ്പോഴല്ല, അത് ആപത്തിൽ സഹായിക്കുമ്പോഴാ. ഏരണം കേട്ടോളെ, അന്നെ പഠിക്കാനായിക്കണ ഇതിനാണ്ടി കണ്ണിക്കണ്ട തെരുവെന്റികളിലൂടെ കിന്നാരം പറഞ്ഞ് നടക്കാനാണോന്ന്. അറക്കലും ഉമ്മറാജിക്ക് ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ എന്റെ മോളുടെ വിചാരമെങ്കില് ഒന്നുള്ളൂ ഞാൻ നോക്കൂല. അരിഞ്ഞ് തള്ളു ഞാൻ. നിന്ന് മോങ്ങാതെ വണ്ടി കയറി. തറവാട്ടി പറഞ്ഞവരെ മനഃപൂർവ്വം മാനം കെടുത്താൻ എന്റെ പരിപാടിയെങ്കില് അത് ഇന്നത്തോടെ നിർത്തിയേക്ക്. ഈ കളിക്കണതേ അറക്കൽ ഉമ്മറാജിയോടാ. അത് ഈ മറക്കണ്ട. പോയി ഒരു ഡോക്ടറെ കാണിക്കണം. ഉമ്മാക്ക് എന്താ? ചെറിയൊരു മുറിവാകുമ്പോഴത്തേനും ഡോക്ടറെ കാണിക്കാൻ നിന്നാലേ 250 ഉറുപ്പികയ്ക്ക് ഒരു തലി ഉണ്ടാവില്ല. ഇക്കാക്ക് സ്വന്തം തടി നോക്കണ്ടാട്ടോ. എന്തേലും പറ്റി കിടന്നു പോയാല് ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? ഉമ്മ, ഈ എങ്കിലും ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്ക്. എനക്കറിയില്ലടാ, ഈ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് എന്റെ ഉള്ളില് തീയ. അന്നെ കാണുന്നത് വരെ എന്റെ മക്കളെ കാത്തോളണേ റബ്ബേന്ന് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈ ഉമ്മാക്ക്. ഉമ്മാക്ക് ഞങ്ങളോടുള്ള സ്നേഹം കണ്ടാലേ ഈ ദുനിയാവിൽ ഇങ്ങള് മാത്രം മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. എടാ, ഉമ്മയും ബാപ്പയും മക്കളെ സ്നേഹിക്കുന്ന അറിയണമെങ്കിലേ ഈ ഒരു പെണ്ണൊക്കെ കെട്ടി കുട്ടികളും മക്കളും ആയാലേ എനിക്കറിയൂ. നൂജ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എന്നോട് ചോദിച്ചിട്ടെന്താ? എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കണം. അന്നേ മോളെയും പോറ്റാൻ പറ്റുന്ന ഒരു ഭർത്താവണം എനിക്ക്. എനിക്കറിയായിരുന്നു എന്തെങ്കിലും കെബീർക്കാക്ക് ഇങ്ങനൊക്കെ തോന്നുന്നു. ഒരു പണിക്കും പോവാത്ത എനിക്ക് ഇവിടെ ആരും പണി തരൂല, അതെനിക്ക് ഉറപ്പാ. ഇതാ കണ്ടില്ലേ, നമ്മുടെ മോള് വലുതായി വരിക. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് പെൺകുട്ടികൾ വളർന്ന് വലുതാവും. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോ നിന്റെ ഉള്ളില് തീയ കെബീർക്ക. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സുബൈറിനോട് പറഞ്ഞ് എനിക്ക് ചെറിയൊരു കടയിടാനുള്ള കുറച്ച് പൈസ സഹായിച്ചു തരാൻ പറ്റുമെന്ന് നീ ചോദിക്ക്. ഓന്റെ കാര്യം തന്നെ പണ്ടാരോ പറഞ്ഞ മാതിരിയാ. എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. ഇങ്ങളും കൂടെ വല്ല പണിക്കും പോയി 10 ഉറുപ്പിക ഓനെ സഹായിച്ചാല് ഈ സമയത്ത് ഓനക്ക് വലിയ ആശ്വാസാവും. നന്നാവണം. പരിഹസിച്ചവരുടെ മുന്നില് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്ക്.
ഈ ഇന്ന് കോളേജിൽ പോണില്ലേ? പഠിച്ചിടത്തോളമൊക്കെ മതി. അതാ നല്ലത്. അല്ലെങ്കിലും എന്റെ പഠിപ്പ് കൂടിയതിന്റെ കേട് ഇന്നാള് ഞാൻ കണ്ടതാ. അല്ല കല്യാണം തീരുമാനിക്കാൻ പോവാ ഞാന്. അത് ബാപ്പ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മതിയടി. ഈ തറവാട്ടിൽ പെണ്ണുങ്ങൾ ഇഷ്ടം നോക്കണ പതിവ് പണ്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ തീരുമാനിക്കും. ഈ അത് സമ്മതിക്ക. ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടിയല്ല ഞാൻ. എനിക്കുണ്ട് എന്റേതായ ചില തീരുമാനങ്ങൾ. എന്ത് തീരുമാനാടി? അന്തി അവളെ അധ്വാനിച്ച് അന്തിക്ക് അന്നം വാങ്ങാൻ ഇരക്കുന്ന ഒരു പെറുക്കി ചെറുക്കനെ തന്നെ കെട്ടണം എന്നാണ് എന്റെ മോളുടെ വാശിയെങ്കില് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചോളെ. സുബൈർഖാനെ കൂടെയല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവൂല. ബാപ്പാടെ പണക്കൊഴുപ്പ് കൊണ്ട് വല്ല അതിബുദ്ധിയും കാണിച്ചാല് എന്റെ മയ്യത്തുമേ താലി കെട്ടേണ്ടി വരും. ഉമ്മ 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 ദാ വരുന്നടാ. എന്റെ കബീർക്ക ഇവിടെ ഉണ്ട്. എന്നാ ഇങ്ങോട്ട് ഇക്കാക്കനെ വിളിക്കേ. ആ പിന്നെ വലിയ താത്തനെ വിളിച്ചോളി. എടാ നൂർജാനെ വിളിച്ചാ. ഇതാ കബീർക്ക 1,00,000 രൂപയുണ്ട്. ഇതാ ഉമ്മാന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളി. വീടിന്റെ ആധാരം പണയപ്പെടുത്തി. അല്ലേലും അതിവിടെ ഇരുന്നുകൊണ്ട് വലിയ കാര്യമില്ല. ബ്ലേഡാണ്. ബാങ്കിൽ നിന്ന് കായ എടുക്കാൻ കുറച്ച് താമസിക്കും, അതുകൊണ്ട് എടുത്താ. നമ്മുടെ കുഞ്ഞാണ്ടിച്ചേട്ടന്റെ കടയില്ലേ, അത് കൊടുക്കാത്രേ. ഓനെന്തിന് പൈസ കാലത്ത് കച്ചവടം? മക്കളെ 3 ദുബായിലല്ലേ. അതുകൊണ്ടാ മൂപ്പര് കട കൊടുക്കണത്. അത് നമുക്ക് മേടിക്കാം. എന്നിട്ട് അതിൽ കബീർക്ക കച്ചവടം ചെയ്തോട്ടെ. ലോൺ എടുത്ത വകയില് മുതലും പലിശയും ചേർത്ത് 2,000 രൂപയോ മാർവാടിക്ക് അടച്ചാ മതി. ഇതമ്മ, ഇത് ഇങ്ങടെ കൈ കൊണ്ട് തന്നെ കൊടുത്താളി. ഭീഷ്മി ചൊല്ലി എന്റെ മോന്തി പേടിക്ക്. അനക്ക് പടച്ചോൻ നല്ലതേ വരുത്തൂ. ഇത്ര നാളും കബീർക്ക പലതും ചെയ്തിട്ടും ഒന്നും പറയാത്തവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കബീർക്കാന്റെ മനസ്സ് വിഷമിക്കണ്ടല്ലോ എന്നോർത്ത്. പക്ഷേ ഇനിയും കാക്ക പഴയ കളി കളിച്ചാൽ നമുക്കെല്ലാവർക്കും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. ഇനി അതുണ്ടാവരുത്. മാറാത്ത പ്രായത്തിൽ ഒരു കുടുംബത്തിന്റെ ഭാരത്താലേറ്റവനാണ് ഇവൻ. ഇനിയെങ്കിലും പഠിച്ചോന്ന് വിചാരിച്ച് ഓന്റെ മനസ്സ് വേദനിപ്പിക്കല്ല കബീറെ. ഇനി ഒരിക്കലും തലറിഞ്ഞ് നടക്കില്ലുമ്മ. എന്റെ മോളാണ് സത്യം. കബീർക്ക, എന്താ സുബേറെ, എന്താണ്ടായേ? നമ്മുടെ സുറുമയെ കാണാനില്ല. ഓള് കോളേജിലേക്ക് പോയതാ. പൊരയില് ഉമ്മയും നൂർജാത്തി ആകെ നിലവിളിയാ. ഞാൻ എന്തു പറഞ്ഞിട്ട് ഓരിക്കൊരു സമാധാനാവണില്ല. ഈ ബേജാറാവണ്ട സുബേറെ, ഓള് വരും. സമയം അതിന് മാത്രം ആയിട്ടില്ലല്ലോ. ഈ ഓളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി നോക്ക്. ഇല്ല, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവിടേക്കാ വന്നോ? ഇല്ലേ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്തായി മോനെ, ഓള് വല്ല വിവരം കിട്ടിയോ? കോളേജിലെ കോളിന്ന് ചെന്നിട്ടില്ല ഉമ്മച്ചി. അറിയാവുന്ന കൂട്ടുകാരികളോടൊക്കെ ഞാൻ ചോദിച്ചു. അവരാരും ഓളെ കണ്ടിട്ടില്ല. സുബേറെ, ഇത് സുറുമിയുടെ മുറിന്ന് കിട്ടിയതാ. സുബർക്കായ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒരാളും ഇഷ്ടത്തിലാണ്. സ്വർണവും സ്ത്രീധനവും വേണ്ടാതെ എന്നെ മാത്രം മതിയെന്ന് അയാൾ പറഞ്ഞപ്പോ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി.
ഉമ്മയും സുബർക്കയും എന്നെ ശപിക്കരുത്. എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. സ്നേഹത്തോടെ. എന്താണ് മോനെ? ഓള് നമ്മളെയൊക്കെ വിട്ട് വേറെ ഏതോ ഒരുത്തന്റെ കൂടെ പോയി ഉമ്മ. എന്റെ റബ്ബേ, എന്താണ് സുബൈറേ ഈ പറയുന്നത്? ഇപ്പൊ എന്തായി? ഉമ്മയും മോനും കൂടി കൊഞ്ചിച്ച് ഭക്ഷണാക്കിയതല്ലേ, അനുഭവിച്ചോളി. മതി. എന്താ കബീർക്ക ഇത്? എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലുള്ള വർത്താനം പറയാ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഇമ്മാര് വൃത്തിയോടൊക്കെ കണ്ടില്ലെന്ന് അടിക്കണോ? ഞാൻ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു. പെങ്ങൾ ഒളിച്ചോടി പോയി തറവാട്ടി നിൽക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായി കബീർക്ക? അനക്കെല്ലാം നിസ്സാരാ. എനിക്ക് വളർന്നു വരുന്നൊരു പെൺകുട്ടിയാ. ഓളുടെ ജീവിതം കൂടി ഞാൻ നോക്കണ്ടേ? ഈ എന്ത് കുന്താ നോക്കിയേക്കണേ? അന്റെ മോളെ ഡ്രസ് എന്താച്ചെടുത്തോ? ഇപ്പൊ സുബൈറേ, ഈ പറി ഓരോട് പോണ്ടാന്ന്. വേണ്ടുമ്മ, അവര് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞ കേൾക്കണ കബീർക്കല്ല ഇപ്പം. ഈ ദുനിയാവിൽ ആരൊക്കെ പോയാലും നിക്ക് എന്റെ ഉമ്മയുണ്ടല്ലോ, അത് മതി. മോനെ, കൊച്ചുപ്പേ വരണ എന്റെ കൂടെ, എന്നാലേ ഞാൻ പോവും. എന്റെ മോളിപ്പോ പോയിക്കോ, വന്നോളാം. ഇങ്ങോട്ട് പാടി. സുബൈറിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല മുതലാളി. എനിക്കത് കേട്ടിട്ട് ഒരു അതിശയം തോന്നുന്നില്ല ഉസ്മാനെ. ഈ ദുനിയാവില് പല പെണ്ണുങ്ങളെയും നമ്പാൻ പറ്റൂല, ബുദ്ധിയില്ലാത്തവനാണെങ്കിലും. പലപ്പോഴും നീ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വയസ്സുകാലത്ത് എന്തിനാ ഈ കോമാളി വേഷം കെട്ടി നടക്കുന്നതെന്ന്. അന്നൊക്കെ ഞാൻ എന്റെ മെക്കെട്ട് കയറിയിട്ടുണ്ട്. നിനക്കറിയോ, ഞാനൊരു പെണ്ണ് കെട്ടിയതാ, നല്ലൊരു ജീവിത സ്വപ്നം കണ്ടതാ. പക്ഷേ എല്ലാം ചില്ലൊട്ടാലും പോലെ തകർന്ന് തരിപ്പണായതാ. കല്യാണം കഴിഞ്ഞ 3 സൗന്ദര്യമില്ലാത്ത എന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്നൊരു എഴുത്തും എഴുതി വെച്ച് എന്റെ ഭാര്യ പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അന്ന് മുതൽ ഇങ്ങനെ ഓരോ കോമാളി വേഷം കെട്ടി ഞാൻ എന്നോട് തന്നെ പ്രതികാരം വീട്ടുകയാണടാ. മുതലാളി കരയണ്ട. അല്ലെങ്കി എന്താപ്പ നമ്മളീ നാട്ടിൽ നടക്കണേ? ഓരോരുത്തര് പറഞ്ഞത് കേക്കണം. രാപ്പകലില്ലാതെ ഗൾഫിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പെണ്ണുങ്ങള് ഈ നാട്ടില് കാട്ടിക്കൂട്ടുന്ന പുകിലെന്താ? ആ, എല്ലാം കാലത്തിന്റെ ഒടു. അള്ളാന്റെ റസൂല് ഹേമനാളിനെ പറ്റി ഖുർആനിൽ പറയുന്നത് എല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ചെടിയല്ലേ. മടുത്തു ഉസ്മാന്റെ ജീവിതം. മരണത്തെ പറ്റി ചിന്തിക്കുമ്പോ ഒരു മനുഷ്യനായി ജീവിക്കണമെന്നൊരു തോന്നൽ. അതൊക്കെ നല്ല കാര്യം തന്നെ മുതലാളി. ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി പടച്ചവനോട് തൗബ ചെയ്ത എല്ലാ തെറ്റുകളും പടച്ചവൻ പൊറുക്കും. എനിക്ക് 10ഉം 14 ഒന്നുമില്ല, ഒറ്റ മോളുള്ളൂ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നോക്കാം. അതിനിപ്പോ ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ആചാര്യ. അതുകൊണ്ടല്ല, ആചാര്യ കാര്യങ്ങൾ പറഞ്ഞാണ്. ഒരു ഡോക്ടറെ തന്നെ മരുമകനായി കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഏതായാലും അത് സാധിച്ചു. ഉറുപ്പ്യ 1 2 അല്ല, 50 ലക്ഷം ഞാൻ അവനോട് ചെലവാക്കിയത്. സംസാരിച്ചിരുന്ന നേരം പോവും. നിങ്ങളെ മോളെ വിളിക്കേ. ചായ കിട്ടെടുത്തോ. രണ്ടുപേർക്കും സംസാരിക്കാണ്ടെങ്കി അങ്ങോട്ട് മാരുന്ന് സംസാരിച്ചോളിന്ന്. എനിക്ക് മൂപ്പരോടായിട്ട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ടാ. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മനസ്സിൽ ഞാനൊരാളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്.
അത് മറന്ന് നിങ്ങളെ ചതിക്കാൻ എനിക്ക് ആചാര്യ ഇരിക്കുക അവിടെ ഇരിക്കേ ഓളങ്ങൾ തല്ലരുത്. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളൊക്കെ മക്കളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കണം. നല്ല ബന്ധാച്ചാ നിങ്ങളാണ് നടത്തി കൊടുത്താളി. സ്നേഹിക്കുന്ന അവർ രണ്ടുപേരും പിരിച്ചിട്ട് എനിക്ക് അവളെ നിൽക്കാൻ കഴിക്കണ്ട. മീനൊന്നും കിട്ടിയിട്ടില്ല. ഈ പോയി അങ്ങാടിന്ന് വല്ല മീനും വാങ്ങിട്ട് വാ. അനക്ക് മീനില്ലാതെ ചോറുന്നാൻ പറ്റൂലല്ലോ. ചെല്ല്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലോ അമ്മച്ചി. ഒരുമിച്ചുള്ള ഊണും ഉറക്കവും അതൊക്കെ ഇന്നൊരു ഓർമ്മകളല്ലേ. അനക്ക് പടച്ചവൻ ഇങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ടാവും. ഇന്റെ മോൻ വേദനിക്കണ്ട. പടപ്പുകൾ തോൽപ്പിച്ച ഈ തോൽക്കൂലടാ. പടച്ചോ തോൽപ്പിച്ചാലേ. എത്ര നാളായി സുബൈർക്ക് എന്നെ കണ്ടിട്ട്? എന്നെ മറന്നുല്ലേ? സുറുമി പോയതും കബീർക്ക വീട് മാറിപ്പോയതും ഞാൻ അറിഞ്ഞു. സുബൈർഖാൻ എന്നെ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല. സുബൈർഖാൻ സൂക്ഷിക്കണം. ബാപ്പാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ബാപ്പ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല സുമി. ഒരായുസ് കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ എന്റെ കുടുംബം പോലും ഇന്ന് എനിക്കില്ല. എന്റെ അനുജത്തി, എന്റെ ഇക്കാക്ക എല്ലാം എന്നെ ഇട്ടെറിഞ്ഞു പോയില്ലേ. ഞാനിപ്പോ ആർക്കും വേണ്ടാത്തവനാ സുമി. സുബൈർഖാൻ ഇന്ന് കണ്ടത് നന്നായി. ഞങ്ങൾ ഇവിടുന്ന് പോവാം. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി എന്റെ മനസ്സ് മാറ്റി കല്യാണം കഴിപ്പിക്കാനാ ബാപ്പാന്റെ പരിപാടി. ഒരു കണക്കിന് അതാ നല്ലത്. നീ പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അനക്ക് നല്ലത് വരാൻ പടച്ചോനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സുബേറെ, എന്താ എന്റെ പരിപാടി? ഉറുപ്പ്യ ഒന്നും രണ്ടും അല്ല, 1 ലക്ഷം ഞാൻ എണ്ണി തന്നത്. മുതലും പലിശ അടക്കം കായ് കുറെ ഈ തരാറുണ്ട്. അരയ്ക്ക് താഴെ തളർന്ന എന്നെ കൊണ്ട് ഇതൊന്നും തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 10 ദിവസം അനക്ക് ഞാൻ തരാം. അതിന്റെ ഉള്ളില് ഈ പെര ഒഴിഞ്ഞു തരണം. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ സുബേറിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പെര ഒഴിയുന്ന കാര്യേ. മോനെ, വയ്യാത്ത ഇവനെ കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോവാ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്റെ തൊഴിലാ, എനിക്കിത് ചെയ്യണം. പടച്ചോനെ, എന്റെ മോനിക്ക് ഈ ഗതി വന്നല്ലോ. സാരമില്ലമ്മ, ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ പഠിക്കുന്നുണ്ട്. എന്റെ സങ്കടം അതല്ല. ഈ വീട്ടിൽ നിന്ന് നമ്മളെ അവരിറക്കി വിട്ടാൽ
ഈ ഉമ്മാന്റെ കയ്യും പിടിച്ച് വയ്യാത്ത ഞാൻ എങ്ങടാ പോവാ പടച്ചോനെ. ഒരു തുള്ളി കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ അതിന് അരിവുണ്ടോ ഉമ്മ? അരി ഞാൻ നബീസാന്റെ പൊരേന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട്. ഉമ്മ ഇപ്പൊ കഞ്ഞി ഉണ്ടാക്കി തരാം. നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. അന്നു വിടർന്ന പൂക്കാലം ഇന്ന് കൊഴിഞ്ഞു സൗഭാഗ്യം, ഈ നിഴലിൻ മാറിൽ വീണുടഞ്ഞു ജീവിതം നിർഭാഗ്യം. നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. കാണുവാൻ കണ്ണുള്ള നാൾ കൂടുമോയി സൗഹൃദം, പിരിയുമീണകൾക്കിനി നൊമ്പരം നറുതേൻ കണം. കാനനമാകും മനസ്സിൻ ചുഴിയിൽ നീറിപ്പുകയും വലയമേ, കാനനമാകും മനസ്സിൻ ചുഴിയിൽ നീറിപ്പുകയും വലയമേ. മറഞ്ഞുപോയി ആ നല്ല നാൾ ഇനിയും പൂവിടുമോ? നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. മുൾപടർപ്പിൻ വീതിയിൽ ഭാരം ചുമക്കും കാളയായി വഴിദൂരമറിയാതലയുമീ അണയാതയകലും തിരകളായി. കാതര ഹൃദയം ഇനിയും തേങ്ങി കാവലനിയോ കാലമേ, കാതര ഹൃദയം ഇനിയും തേങ്ങി കാവലനിയോ കാലമേ. പോയൊരാവുകൾ ഇനി സുഖങ്ങൾ പെയ്തിടുമോ? നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. അന്നു വിടർന്ന പൂക്കാലം ഇന്ന് കൊഴിഞ്ഞു സൗഭാഗ്യം, ഈ നിഴലിൻ മാറിൽ വീണുടഞ്ഞു ജീവിതം നിർഭാഗ്യം. നോവെറി
നെഞ്ചിൽ തീ കനലരിയുന്നു, മിഴി നിറയുന്നു, തമസിൻ നിഴൽ വിരിയുന്നു. എന്താ കാതർക്ക, പാലും കൊണ്ടാണല്ലോ വരവ്? സുബഹി ബാങ്ക് കൊടുക്കണം മുന്നേ പാലായിട്ട് വരുന്നോന്നല്ലേ നമ്മുടെ സുബൈർ. ഓനിപ്പം കിടപ്പിലായി പോയില്ലേ. വലിയ കഷ്ടം അവന്റെ കാര്യം. ഞാനിപ്പോ ആലോചിക്കണതല്ല, ഓനൊരു ഏട്ടണ്ടല്ലോ കബീർ, ഓനെ മനസ്സിനിലേക്ക് എണ്ണാൻ പറ്റുമോ? ഒരു കുടുംബത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ നായി ചത്ത പോലെ ചത്ത ചെക്കണ. ഒന്ന് വെതം കെട്ടപ്പോ ഒരാളും ഇല്ല. ദുഷ്ടനെ പടച്ചോൻ പന പോലെ വളർത്തുന്നല്ലേ കാതർക്ക. സുബൈറിന്റെ വേർപ്പൊഴുക്കിയിട്ട് 4 നേരം നക്കാൻ കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? അതാ പറയണത്, ഒരാളി ഈ ലോകത്ത് സഹായിക്കരുത് എന്ന്. ആ തള്ളേന്റെയും വയ്യത്തോന്റെയും കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഗതി കിട്ടൂലോ അവർക്ക്. ഒന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കബീറിനൊന്ന് ഉപദേശിച്ചതാ. അപ്പൊ ഓൻ പറയാ അത് ഞമ്മളെ കുടുംബകാരിയാണ്, നിങ്ങൾ ഇടപെടണ്ട. മനുഷ്യസ്നേഹികൾക്ക് ഈ ദുന്യാവിൽ ആയുസ് കുറവാന്ന് പറഞ്ഞത് വെറുതെ അല്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട്, സുബൈറിന് അത്ര പെട്ടെന്നൊന്നും പടച്ചോൻ വിളിക്കൂലെന്ന്. അത് ഈ പറഞ്ഞ കാര്യ, അത്രയ്ക്ക് നല്ല മനസ്സാവണ്ടേത്. ഓന്റെ സന്തോഷവും സങ്കടമൊക്കെ ഇടക്ക് കാണുമ്പോ എന്നോട് പറയും. തമാശക്കാണെങ്കിലും ഞാനും പറയും, ഒരലിന്റെ സങ്കടാണല്ലോ ഈ മദ്ദളത്തോട് പറയണേന്ന്. എന്നാ പോട്ടെ കാതർക്ക. പോട്ടെട്ടാ. ശരി എന്നാ. ഒന്ന് 4 6 7 12 13. ഇന്നെന്താ കട ഇത്ര നേരത്തെ അടച്ചത്? മേലും കയ്യൊക്കെ ഭയങ്കര വേദന. കൊച്ചിപ്പ വയ്യാതെ കിടന്നിട്ട് ഉപ്പ എന്താ കാണാൻ പോവാത്തെ? കൊച്ചിപ്പ പാവല്ലേ ഉപ്പ? എന്ത് ഇഷ്ടാന്നറിയോ കൊച്ചിപ്പാക്ക്? മോൾ അവിടെ ഇരുന്ന് പഠിക്കും. മോളുടെ ബുദ്ധി പോലും ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്. മരുന്നിന് പോലും പൈസ ഇല്ലാണ്ട് നരകിക്കാ പാവം. അനക്കിതല്ലാണ്ട് വേറൊന്നും പറയാനല്ലേ? പിന്നെ ഞാൻ എന്താ പറയാ? നിങ്ങൾ നന്നായി കാണാൻ എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചവനാ സുബൈർ. നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ടല്ലേ 1 ലക്ഷം ഉറുപ്പിക ഓൻ പലിശക്കെടുത്ത് തന്നത്. അതിന്റെ പേരിലിപ്പോ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിരിക്കുക ആ പാവത്തിന്. ഓന്റെ കണ്ണീർ വീണാല് ഒരു കാലത്തും ഗുണം പിടിക്കില്ല നമ്മള്. അല്ലാ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു സിയാറത്ത് ഉണ്ടായില്ല. അനക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കണില്ല. നിങ്ങൾ കേറിയിരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കാം. ഇപ്പൊ വേണ്ട. ഇത് വെച്ച സുബൈറെ, ഇതുകൊണ്ടൊന്നും ആവൂലെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് മരുന്ന് വാങ്ങാണെങ്കിൽ ഉപകരിക്കും. ഈ മനസ്സ് വേദനിപ്പിക്കേണ്ട സുബൈറെ, ഇതിലും വലിയ സൂക്കടൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. അന്റെ സങ്കടം പടച്ചോ കേൾക്കാതിരിക്കൂല. ഈ നാടിന്റെ നാട്ടുകാരി മുഴുവൻ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക്. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നാളെ മറ്റന്നാളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കും. നിങ്ങൾ കബീറിനോട് കാര്യം പറഞ്ഞില്ലേ? ഓനക്ക് വേണ്ടിട്ടല്ലേ കടം മേടിച്ചത്? കായിന്റെ കാര്യം പോട്ടെ, എന്റെ മോൻ ഇവിടെ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഒന്ന് വന്നിട്ട് കാണാനുള്ള സന്മനസ് കാണിക്കാത്തവനാണ് ഓന്. ഓനെ അങ്ങനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണ്ട. മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. ഓന് ചിലപ്പോ വന്ന് കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല.
അന്റെ ഈ വലിയ മനസ്സ് കാണാൻ ഓൻ പറ്റാണ്ട് പോയല്ലോ. ഇവിടുന്ന് ഇറങ്ങിയാല് തെരുവിൽ പോയി കിടക്കേണ്ടി വരില്ല. എനിക്കും ഉണ്ടാടാ ഒരു വീട്. അനക്കും ഉമ്മാക്കും എപ്പം വേണമെങ്കിലും അവിടെ വരാം. ആരും ഒന്നും പറയൂല. എന്നാ നമ്മള് പോട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അന്റേക്കൊന്നും മേടിക്കാൻ വന്നതല്ല മോനെ. ശല്യം. അന്റെ ചോരൊരുത്തൻ അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നുണ്ടടാ. എന്റെ മോന് സന്തോഷം വരുന്നൊരു കാര്യം പറയാൻ പോവുക. അനക്ക് വേണ്ടി കടം വാങ്ങിയ കായിന്റെ പേരിൽ എന്നെ സുബൈറിനെ ഒരേ നേർക്ക് വിടാൻ വേണ്ടി പോവുക. അനക്ക് മനസ്സ് കുളിരുന്ന കാഴ്ച കാണാൻ വേണ്ടിട്ട് ഈ അവിടെ വരണം. അനക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വരണം. ഉമ്മ പോട്ടെ. അയ്യോ, എന്തിനിപ്പോ അങ്ങോട്ട് വന്നത്? ഞാൻ മിണ്ടരുത്. എന്തിനിങ്ങോട്ട് വന്നത്? എന്നെ ഇവിടെ ആർക്കും കാണണ്ട. ഉമ്മ ഒന്നും പറയണ്ട, മോളിങ്ങി വന്നേ. മോളെ, ഈ കരയരുത്. എന്റെ കെട്ടിയോൻ ചോദിക്കല്ലേ കാക്ക. ഓങ്ങ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയടാ, സ്നേഹിച്ച് കൊത്തി തീർന്നപ്പോ ഓരോന്ന് പാടെ നോക്കി പോയി. അറിയോ ഉമ്മ, നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോളി. എന്താ കുഞ്ഞിക്കൈ കാണുന്നേ? കുഞ്ഞാക്കന്റെ ചെറ കുടിഞ്ഞു മോളെ. അന്ന് ഒരിക്കലും കുഞ്ഞാക്ക കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റ് കുഞ്ഞാക്കയുടെ ഭാഗത്താ. ഞാൻ സമ്മതിക്കണം. ഈ വലിയ പെണ്ണായെന്നുള്ളതും അന്നെ കെട്ടിച്ചയക്കണമെന്നുള്ളതും കുഞ്ഞാക്ക മറന്നതല്ല. നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില് അന്നെ കെട്ടിക്കാനുള്ള കാശ് കുഞ്ഞാക്കാക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് സത്യം. ഈ കരയരുത്. എന്റെ കണ്ണിന് കാണാനുള്ള ശക്തി കുഞ്ഞാക്കില്ല. ഇതെന്റെ പഴയ കുഞ്ഞാക്കയല്ല. ജീവൻ മാത്രം പടച്ചും ബാക്കി വെച്ച് ശരീരം മരവിച്ച് മയ്യത്തായ കുഞ്ഞാക്കയാണിത്. മോളെ,
പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചില്ലിന്റെ കൊട്ടാര. അത് പുറത്തുനിന്ന് കാണാൻ നല്ല രസ. സൂക്ഷിച്ചില്ലെങ്കിൽ അതോടെയും. ഉടഞ്ഞാലോ അതൊന്നിനും പറ്റൂല. ഈ കരയണ്ട. നിങ്ങൾ എന്താ തീരുമാനിച്ചേ? നാളെ സുബേറിനെ ഉമ്മാനെ പോരേന്ന് ഇറക്കും. ആ എറണാകുളത്തുള്ള ഒളിച്ചോടി പോയി കെറ്റിയൊന്ന് പേടിച്ച് വീട്ടിലൊന്ന് നിൽക്ക. തെറ്റ് പറ്റാത്തവരായി ആരാ ദുനിയാവിലുണ്ടാവും കബീർക്ക? അവര് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നാല് നാട്ടുകാര് കുറ്റപ്പെടുത്താൻ നമ്മളെ ആവും. സുബൈറെ, അന്നെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ പാടില്ലാത്താണെങ്കിലും ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ. എൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം. അവൾക്കൊരു ജീവിതം കൊടുക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടടാ. എന്നോട് ചോദിക്കാനുള്ള വലിയ മനസ്സുണ്ടായല്ലോ, അത് മതി. ഓൾക്ക് ഇങ്ങനെയൊക്കെ പടച്ചോൻ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. ഓൾക്ക് വേണ്ടി എന്റെ നല്ല ജീവിതം നശിപ്പിക്കണ്ട. വേണ്ട വേണ്ട, അവര് പുറത്തിറങ്ങി. ഉമ്മ, ആ ചാവി അങ്ങോട്ട് കൊടുത്തോളി. നമ്മളിനി എങ്ങോട്ടാ പോകുന്നേക്ക? എനിക്കറിയൂല മോളെ. പടച്ചോൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവട. പെരുവഴിയല്ലാതെ ഇനി എന്തു വഴിയാവുമ്പോ നമ്മുടെ മുന്നില്? നിങ്ങള് പെരുവഴിയിൽ ഇറങ്ങുന്നത് കണ്ട് ആസ്വദിക്കാൻ വന്നതാവും അല്ലേ? ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഉപകാരം കൂടി ചെയ്യേ. ഞങ്ങളെയൊക്കെ കൊന്ന മയ്യത്തായി തിന്നാണ്. എന്നാലെങ്കിലും തീരട്ടെ ഈ കിടപ്പക. അയാള് ചത്തുപോകും. എന്തിനാ പറഞ്ഞത്? ഓനെ കൊന്നോട്ടെ. അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഞാൻ അവനോട്. ഇന്നിവിടെ നിൽക്കണ ഉമ്മറാജി ധനികനായ ഉമ്മറാജി ആയിട്ടല്ല, സ്വന്തം മകൾക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്ന യാചകനായിട്ട്. എന്തൊക്കെയാണ് ആചാരി പറയുന്നത്? അതേ ഖദീജാത്ത, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ഇതുവരെ ജീവിച്ചേ. ഓളുടെ നന്മ കരുതിയ ഞാൻ ഇതൊക്കെ ചെയ്തേ. പക്ഷെ ഓൾ എന്നെ തോൽപ്പിക്കുകയായിരുന്നു ഇവനെ സ്നേഹിച്ചുകൊണ്ട്. എന്റെ വാജിക്ക് എന്റെ മോളുടെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. നിശ്ചയം കഴിഞ്ഞു. അന്ന് രാത്രി
ഇല്ല, തരൂല തരൂല ഞാൻ. ഉപ്പ എന്നോട് കൊടുക്കണം. എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിലയില്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. ജീവിക്കാനല്ല, മരിക്കാൻ. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ ചിതറിക്കിടക്കുന്ന എന്റെ മയ്യത്ത് കാണാൻ നിങ്ങൾ വരരുത്. അതെനിക്ക് പൊരുത്തല്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ലാത്ത ഈ ലോകത്തുനിന്ന് എനിക്ക് ജീവിക്കണ്ട. ഈ ഒറ്റക്ക് പോണ്ട, ഞാനുണ്ട്. ഈ ഇല്ലാത്ത ലോകത്ത് ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? ഈ അതിപ്പാനെ കൊല്ലും. ഉപ്പ ഉപ്പ അങ്ങനെയൊന്നും പറയല്ലേ. ഉപ്പ എന്നെവിടെ ഉണ്ടാവണം. ഉപ്പ തോറ്റുപോയി മോളെ. അന്റെ മുന്നില്, അന്റെ സ്നേഹത്തിന് മുന്നില് ഞാൻ കാരണം സുബറിന്റെ കാല് തളർന്നു. എന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഓൻ അനക്ക് കൊണ്ടുതരും. ഈ ദുനിയാവിലും എനിക്കാകെയുള്ള സ്വത്ത് ഈയാ മോളെ. ഈ ഉള്ള വേണ്ടെന്ന് പറഞ്ഞ ഓളി ദുനിയാവ് ഇത് പോവും മോനെ. ഞാൻ എന്റെ കാല് പിടിക്കാം. ഹാജിയാരെ, പഴയതിലും തെണ്ടിയ സുബൈർ. കണ്ട, കിടപ്പാടം വരെ നഷ്ടപ്പെട്ടിപ്പോ പെരുവഴിയില്ല. അതുകൊണ്ട് ഇത് വേണ്ട ഹാജിയാരെ. സുബൈറെ, കണക്കിൽ കവിഞ്ഞ സ്വത്തുണ്ട് എനിക്ക്. പക്ഷേ അതിലെല്ലാം വലുത് എനിക്ക് എന്റെ മോള. എനിക്കുള്ളതെല്ലാം ഓൾക്കാടാ. എനിക്കൊന്നറിഞ്ഞാ മതി, എന്റെ മോളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാനക്കെന്ന് പറഞ്ഞാ മതി. ജീവൻ മാത്രം അവശേഷിക്കുന്ന ഒരു മയ്യത്താണ് ഞാൻ. എന്നിട്ടും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ കുടുംബവും നിങ്ങളുടെ മോളും തന്ന സ്നേഹ. സന്തോഷമായടാ. എന്റെ പഠിച്ചോനെ,